Alhamdulillah. Alhamdulillahi Rabbil Alamin. Ashraful Khalqi Anbiya'i wal Mursaleen. Rabbi zidni ilman nafi'an wa amalan mutaqabbalan rizqan halalan tayyiban quluban ashira. Ma ba'd. Ya ayyuhalladhina amanu taqullaha wa qulu qawlan sadida. Yuslih lakum أعمالكم ويغفر لكم ذنوبكم ومن يطيع الله ورسوله فقد فاز فوزا عظيما. ആമീൻ. ഇത്തരത്തിലുള്ള വൻ വിജയമുള്ള മഹത്തായ വിജയമുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ടുഡേസ് നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഹൗ ടു ഇംപ്ലിമെന്റ് ഹുസ്നുൽ ഖുൽഖ് ഇൻ അവർ ഡെയിലി ഡേ ടു ഡേ ലൈഫ്. നമ്മുടെ ദിവസേനുള്ള ലൈഫിൽ എങ്ങനെ ഹുസ്നുൽ ഖുൽഖ് പ്രാക്ടിക്കൽ ആക്കാം എന്നതിനെ കുറിച്ചാണ് അല്ലെ. നമുക്കറിയാം വാട്ട് ഈസ് വർക്ക്ഷോപ്പ്. എന്താ വർക്ക്ഷോപ്പ്? അതായത് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും റിപ്പയർ വരുമ്പോ, അതല്ലെങ്കിൽ റിപ്പയർ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു പുതിയ കാറൊക്കെ ഷോറൂമിൽ ഇറക്കി കഴിഞ്ഞാൽ ഹോണ്ട സിറ്റി ഒക്കെ ഏത് കാറായാലും ഇറക്കി കഴിഞ്ഞാൽ അതിന് 6 മാസം കൂടുമ്പോ സർവീസും ചെക്കപ്പും ഓയിൽ ചേഞ്ചിങ് ഒക്കെ ഉണ്ടാവും അല്ലെ. അത് നടത്തുമ്പോ എന്താന്ന് വെച്ചാല് അത് വണ്ടി സ്മൂത്ത് ആയിട്ട് പോകും, ഇടയ്ക്കൊന്നും വഴിയിലൊന്നും നിന്ന് പോകൂല. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് കാറൊക്കെ നല്ല വൃത്തിക്കും ഭംഗിക്കും തന്നെ പോകും അല്ലെ. അപ്പൊ അതുപോലുള്ള ഒരു വർക്ക്ഷോപ്പാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ ഹർളി ഹൗനം വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ അല്ലെ. അതായത് അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ ഇബാദുർ റഹ്മാന്റെ അടിമകളെ സ്വഭാവമാണ് പറയുന്നത്. പരമകാരുണ്യകന്റെ അടിമകളെ സ്വഭാവമാണ് പറയുന്നത്. അവര് ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കും. ആരെങ്കിലും സംസാരിക്കാൻ, ജാഹിലുകള് വിവരമില്ലാത്തവരൊക്കെ സംസാരിക്കാനൊക്കെ വന്നാല് അതിന് മറുപടി ഒന്നും കൊടുക്കൂല അല്ലെ. കാലോ സലാം പറഞ്ഞു പോരും. അതുമേലൊന്നും തർക്കിക്കാനോ ഇതാക്കാനോ ഒന്നും നിൽക്കൂല അല്ലെ. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അല്ലെ. ഏറ്റവും ഉന്നതമായ സ്വർഗം ലഭിക്കണോ, സ്വഭാവം നന്നാക്കൂ എന്നുള്ള ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പോയി കേൾക്കേണ്ടതാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വഭാവം. ഇപ്പൊ ഞാന് കുറച്ച് മുമ്പ് ഒരു ക്ലാസ് കേട്ടു. ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതയാണ്. സൗദി മദീന യൂണിവേഴ്സിറ്റി എന്നൊക്കെ എന്തൊക്കെ ഡിഗ്രി ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ളതാണ് അവര്. ഒരു ക്ലാസ് ഇങ്ങനെ കേട്ടപ്പം കുറേ ഹദീസുകൾ, കുറേ ഖുർആൻ വചനങ്ങൾ, അത് നമുക്കിപ്പോ നെറ്റിലും ചജിബിട്ടിലൊക്കെ അടിച്ചു നോക്കിയാൽ കുറെ കിട്ടും. ഹുസ്നുൽ ഖുൽഖിനെ പറ്റിയിട്ട് കുറെ കിട്ടും. പക്ഷെ നമ്മൾ ലൈഫ് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓരോ ഒക്കേഷനിൽ, ഓരോ സിനാരിയോയില്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെ, ഫാമിലി അല്ലെ, തറവാട്ടില്, അയൽപക്ക ബന്ധങ്ങളില്, നമ്മുടെ പിന്നെ സ്കൂള് ജീവിക്കുന്ന കുട്ടികളെ ആംബിയൻസിൽ, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ വിശദമായിട്ട് പറയുന്നത്. മീൻസ് ഈ വർക്ക്ഷോപ്പ് അതിനുള്ളതാണ് അല്ലെ. അതല്ലാണ്ട് നമുക്കിപ്പോ വേണമെങ്കിൽ ക്ലാസ് ഇത് ഹദീസും ഖുർആനൊക്കെ വേണമെങ്കിൽ അടിച്ചു നോക്കിയാൽ ഹുസ്നുൽ ഖുൽഖിനെ പറ്റിയിട്ട് കുറേ കിട്ടും. പക്ഷെ അത് പോരാ അല്ലെ. ഇപ്പൊ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരുപാടുണ്ടാവും. പക്ഷെ വർക്ക്ഷോപ്പ് നല്ല രീതിയിൽ നമ്മളെ കാറിന്റെ എവരി ഓർഗാൻസും എവരി പാർട്സും ഓയിൽ ചേഞ്ചിങ് വേണമെങ്കിൽ അത് ചെയ്യണം. വേറെ എന്തെങ്കിലും തേമാനുള്ള ബുഷുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം. വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ സൈലൻസറൊക്കെ പരിശോധിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഇത്. ലൈഫ് ടച്ച് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ മുഹ്സിനുകളുടെ പ്രത്യേകത ആയിക്കൊണ്ട് അള്ളാഹു പറഞ്ഞതാണ്. അവര് ദേഷ്യം വരുമ്പോൾ അല്ലെ കടിച്ചമർത്തുന്നവരായിരിക്കും അല്ലെ. ദേഷ്യം എന്ന് പറയുന്ന പുറത്ത് എക്സ്പ്രസ് ചെയ്യാത്തവരായിരിക്കും. ഒന്നും പറയൂല. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ദേഷ്യം ഇല്ലാത്ത പോലെ, ദേഷ്യം ഉണ്ടെങ്കിൽ ആളുകളോടൊന്നും ദേഷ്യം കാണിക്കൂല അല്ലെ. അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് ആൾക്കാരാണ്. പിന്നെ ആഫീൻ അനിന്നാസി, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കും. ജനങ്ങൾക്ക് പുറത്തു കൊടുത്തതിന്റെ ഗുണം എന്താ വെച്ചാല് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും പുറത്തു വരും അല്ലെ. വൽ ഖാലിമീനൽ വൈദ വൽ ആഫീന അനിന്നാസി അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനുകളെ ഇഷ്ടപ്പെടുന്നു. ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവത്തിന്റെ ഉൽപ്പത്തി തന്നെ നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണെന്ന് അല്ലേ.
ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാല് കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ ജീവിതം ഖുർആനായിരുന്നു അല്ലെ. മാ റഅയ്തു അഹദിൻ, ഇതുപോലെ നല്ല സ്വഭാവമുള്ള ഒരാളെയും കണ്ടിട്ടില്ല. ഉസ്വത്തുൽ ഹസന, ഉത്തമ മാതൃകയാകുന്നു. പിന്നെ ഖുലുഖുൽ അലീം, ഭയങ്കരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക വിജയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, പ്രവാചകരെ തങ്ങളുടെ സ്വഭാവം അതുപോലെ ഖുലുഖുൽ അലീം അല്ലായിരുന്നുവെങ്കിൽ ഇത്രയും ആളുകൾ ഇസ്ലാമിലേക്ക് അട്രാക്ട് ചെയ്ത് വരുമായിരുന്നില്ല എന്നല്ലേ. അപ്പം അത്രയ്ക്ക് ആളുകൾ വരാനുള്ള കാരണവും ഇതാണ്, എന്ത്, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമ ആയതുകൊണ്ട് തന്നെ അല്ലെ. അപ്പം നല്ല സ്വഭാവക്കാരുടെ ലക്ഷണങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്, അത് എന്താണെന്ന് നോക്കാം അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. മറന്നുപോയവർക്കും അത് കേൾക്കാത്തവർക്കും ഇതൊരു യൂസ്ഫുൾ ആവും ഇൻഷാ അല്ലാഹ്. അതായത് ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം പ്രാക്ടീസ് ആയിരുന്നുണ്ട്. ഇതിന്റെ പിന്നെ തന്നെ തംബ്നെയിൽ തന്നെ കൊടുത്തിട്ടുള്ള യാതൊരു എഫേർട്ടും കൂടാതെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നത ദർജകൾ കരസ്ഥമാക്കാനുള്ള ടെക്നിക്ക് എന്നാണ്. കാരണം നമ്മൾ മറ്റു പലതും ചെയ്യുമ്പോൾ ഒരുപാട് ഇബാദത്തുകളിൽ മുഴുകണം, നമുക്ക് കുറെ സമയം വേണം, കുറെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കണം, അങ്ങനെ പോകുന്നു അല്ലേ നമ്മളെ പണികളും ബുദ്ധിമുട്ടുകളും. പക്ഷെ ഇതിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി അല്ലെ. നമ്മളൊന്ന് മനസ്സറിഞ്ഞ് ഒന്ന് ഈ രീതിയിൽ ഒന്ന് പെരുമാറിയാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തില് എന്നാ മറ്റു പലർക്കും ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ഒരു ചെറിയൊരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഷുവർലി ആയിട്ട് ആ സ്വർഗം, ഏറ്റവും ഉന്നത സ്വർഗം കരസ്ഥമാക്കാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. മാത്രവുമല്ല, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ദാസന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല സ്വഭാവക്കാരെ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് പ്രകാരം ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹ്ക്ക് ഇഷ്ടം ഏറ്റവും നല്ല സ്വഭാവം, അള്ളാഹ്ക്ക് ഇഷ്ടം കേട്ടോ. പിന്നെ സൽസ്വഭാവത്തിൽ സ്വർഗത്തിന്റെ ഉന്നതിയിൽ ഞാൻ വീട് നൽകും. സ്വർഗത്തിന് ഏറ്റവും ടോപ്പിലെ വീട് സൽസ്വഭാവക്കാർക്കാണ്. അപ്പം ഒരുപാട് നിസ്കരിച്ചവര്, ഒരുപാട് നോമ്പടിച്ചവരെന്നൊന്നും പറയുന്നില്ല, സൽസ്വഭാവക്കാര്. അതൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ നോമ്പും നിസ്കാരവും സുന്നത്ത് കർമ്മങ്ങളൊന്നും എടുക്കണ്ടെന്നല്ല, അതൊക്കെ വേണം. പക്ഷെ അതൊക്കെ നല്ല ടഫാണ് അല്ലെ. പിന്നെ അതേസമയം അന്ത്യനാളിൽ ഏറ്റവും അടുത്ത് ഉണ്ടാകുന്നവരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരും സൽസ്വഭാവികളായിരിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്, തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അള്ളാഹു പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സൽസ്വഭാവക്കാരെ. ഒന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്നോട് അടുത്തത്. അപ്പൊ നബിന്റെ ദർജയൊക്കെ നമുക്ക് കിട്ടാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളതിൽ എന്ത് ക്വാളിറ്റിയാ ഉള്ളത്, എന്ത് ക്വാളിഫിക്കേഷനാ ഉള്ളത് അല്ലെ നബിന്റെ ദർജയിലൊക്കെ എത്താൻ. വെളയിൽ ഒരു ക്വാളിറ്റിയും ഇല്ല. നമ്മൾ എത്ര ചെയ്താലും നമ്മൾ അമലും നിസ്കാരവും ഒക്കെ അല്ലേ. ഇപ്പൊ ഈവൻ ഞാൻ വരെ നിസ്കരിക്കുമ്പോ അങ്ങനെ തോന്നും, പഠിച്ചോനെ ആ ഒരു സെക്കൻഡിൽ ഞാൻ എന്റെ മനസ്സെവിടെ പോയോ, എവിടെ പോയോ, അത്തഹിയ്യാത്തിലാണോ തിരിഞ്ഞു വന്ന് എന്നുള്ള ഒരു പേടി എനിക്കും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളെല്ലാരും കഥ അത് തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടൊന്നും നമുക്ക് ഏറ്റവും ടോപ്പിൽ എത്താൻ ഒരു വകുപ്പില്ല. പിന്നെ മീസാനിൽ സൽസ്വഭാവത്തെക്കാൾ കനം തൂങ്ങുന്ന മറ്റൊന്നും തന്നെ ഇല്ല. പിന്നെ മീസാനിൽ കനം തൂങ്ങണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അമൽ തന്നെ ചെയ്യണം അല്ലെ. ഒരു കുറഞ്ഞ അമൽ കൊണ്ടൊന്നും മീസാനിൽ നമുക്ക് കനം കിട്ടൂല. അപ്പൊ മീസാനിൽ കനം തൂങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് അമലുകൾ ചെയ്യണം. പക്ഷെ ഈ സൽസ്വഭാവം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു അമലാണ്, അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായ ഏറ്റവും അഫ്ളായിട്ടുള്ള അമല. പക്ഷെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെ. അത് സർവൈവ് ചെയ്തെടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ചില ചേഞ്ചസ് നമ്മളെ സ്വഭാവത്തിലുള്ള ചേഞ്ചസും നമ്മളെ വർത്താനത്തിലും നമ്മളെ ആക്ഷനിലും ഒക്കെ ഉള്ള സംതിങ് ചേഞ്ചസ് വരുത്തിയാൽ മാത്രം നമുക്ക് ഈ ഉന്നത ദർജകൾ വെട്ടിപ്പിടിക്കാൻ സാധിക്കൂ. ഓഫ് കോഴ്സ് നോ ഡൗട്ട് അറ്റ് ഓൾ. പിന്നെ വിശ്വാസികളിൽ ഈമാൻ, വിശ്വാസം ഏറ്റവും പരിപൂർണമായവർ സൽസ്വഭാവികളായിരിക്കും. പിന്നെ ഈമാൻ നിറയ്ക്കാൻ വേണ്ടിയിട്ടില്ലേ, അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി നമ്മൾ എപ്പോഴും ദുആ ചെയ്യും, എപ്പോഴും ദുആ ചെയ്യാം അല്ലെ. നമുക്ക് ഏറ്റവും നല്ല അതന്നെ ഓരോരുത്തരുണ്ട് നമ്മളെ ഫാമിലിയിലൊക്കെ ഉണ്ട് ഓരോരുത്തര്. ഈ സൽസ്വഭാവക്കാരെ കണ്ടാൽ അങ്ങനെ തിരിച്ചറിയാന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ബാക്കിൽ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് മനസ്സിലാക്കാം. നമ്മളും അവരെ കാറ്റഗറിയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് പറ്റാതിരിക്കില്ല. ഞാനൊക്കെ ഇപ്പൊ എത്രയോ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അങ്ങനത്തെ ഈ സത്യസന്ധത സൽസ്വഭാവം ഒക്കെ ഇപ്പൊ ഒരു കളവും പറയാണ്ട് എത്ര കൊല്ലായി ജീവിക്കുന്ന എന്തോ ഒരു സ്മൂത്ത് ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ല, വെരി വെരി ഈസിലി. അഥവാ ഞാൻ എന്തെങ്കിലും സത്യം പറയേണ്ട ആവശ്യം വന്നാൽ നല്ല തമാശ പറഞ്ഞ് അങ്ങനെ ഓടി രക്ഷപ്പെടും. മനസ്സിലായില്ലേ? സത്യം പറയാൻ ഞാൻ മതിയല്ലോ.
പിന്നെ കളവ് അല്ല സോറി സത്യം പറഞ്ഞാൽ മതിയല്ലോ, കളവ് പറയണ്ടാലോ, തമാശ പറയരുതെന്ന് പറഞ്ഞിട്ടും ഇല്ലാലോ അല്ലെ. അങ്ങനെ അപ്പൊ ഈമാനിൽ വിശ്വാസം ഏറ്റവും പരിപൂർണമായി. വിശ്വാസം പരിപൂർണമാകുക എന്ന് വെച്ചാ പഠിച്ചമ്പുരാനെ നിങ്ങളെങ്ങാൻ ഈമാന്റെ ക്ലാസ് കേട്ടു നോക്കി ഒരുപാട് കാറ്റഗറീസ് നമ്മൾ തരണം ചെയ്തു ഓവർകം ചെയ്തു എവിടെയോ എത്തണം. അപ്പം പിന്നെ ഈ സൽസ്വഭാവം പരിപൂർണമായവർക്ക് അള്ളാഹു ഈമാനിന്റെ ദറജയും ഉയർത്തി കൊടുക്കും. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ. പിന്നെ നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, തിന്മകൾ വന്നു പോയാൽ നന്മകൾ വർദ്ധിപ്പിക്കുക, എങ്കിൽ അത് തിന്മകളെ മായ്ച്ചു കളയും. പിന്നെ പറഞ്ഞിട്ടുള്ളത് ജനങ്ങളോട് സൽസ്വഭാവത്തിൽ വർത്തിക്കുക. തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അതായത് എവിടെയായാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, അക്കാര്യത്തിൽ നോ ഡൗട്ട് അല്ലെ. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് തന്നെ ജീവിക്കണം. ഇന്നലെ രാവിലെ ഞാൻ ഇതുപോലെ ഫാമിലി പിന്നെ ക്ലാസ്സസ് ഞാൻ ഒരുപാട് കേൾക്കും. ഫാമിലി കോഴ്സ് എടുക്കണമെങ്കിൽ നല്ല വിവരമാണല്ലോ. അതുപോലെ കുറെ എക്സാമ്പിൾസും സ്റ്റോറീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആളുകൾക്ക് നമ്മളെ ക്ലാസ്സുകൾ ഇഷ്ടമുള്ള സ്റ്റുഡൻസിനോട് എപ്പോഴും പറയും, ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിനോട് പറയുന്ന ഒരു കാര്യം അതാ. അപ്പൊ ഞാനൊരു സംഗതി കേട്ടിട്ട് വല്ലാണ്ട് വിഷമോ അത്ഭുതം എന്താന്ന് പറയാൻ വയ്യ. ഒരു നല്ല പെണ്ണുങ്ങള് നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും, പിന്നെ നല്ല വൃത്തിയാണ്, നല്ല ഈമാനാണ്, നല്ലതാ. തഹജ്ജുദ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വേറെ ഒരുത്തനായിട്ട് ബന്ധപ്പെടും. അതും ഭർത്താവ് ജീവിച്ചിരിക്കെ, ഭർത്താവ് റൂമിലുണ്ടായിരിക്കെ, ഗൾഫിലൊന്നല്ല. എന്നിട്ട് അയാൾക്ക് തന്നെ അത്ഭുതം, ഇത് എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ കൗൺസിലർ ചെന്നിട്ട് ചോദിക്കും, ഇത് എന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയും നല്ലൊരു സ്ത്രീ അതല്ല, നമ്മൾ ആണുങ്ങളൊന്നും ഈ ന്യൂസ് കേൾക്കാണ്ടിരിക്കട്ടെ. കാരണം അവർക്ക് നമ്മളെ മേലിലും സംശയാവില്ല. ഇവള് വലിയ നിസ്കാരക്കാരത്തിയൊക്കെ ആണ്, അള്ളാഹ്ക്ക് അറിയാന്നുള്ളൊരു തോന്നല് നമ്മളെ മേലിലും അവർക്ക് വരില്ലല്ലേ. അങ്ങനെ ഇത് കൗൺസിലടുത്ത് എത്തി പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായി. ഇപ്പൊ അയാള് പാവട്ടോ, നല്ല മനുഷ്യന്. ഏതാണുങ്ങളാ സഹിക്കട്ടോ, ആരും സഹിക്കൂലട്ടോ. നമ്മളെ വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ കിടക്കാന്ന് പറഞ്ഞാൽ ആർക്ക് സഹിക്കാൻ പറ്റൂലേ. അങ്ങനെ അയാള് കുട്ടികൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് നാട്ടുകാരെ അറിയിക്കാത്ത രീതിയിലൊക്കെ സത്യം ചെയ്യിച്ചൊക്കെ നന്നായി പോലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എന്തെല്ലാം സോഴ്സസ് ഉണ്ടല്ലേ ഇങ്ങനത്തെ പല കളിയും കളിക്കാൻ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിന് എന്തോ ഒരു കുത്തലായിരിക്കും. റബ്ബ് ഏതെങ്കിലും ഒരുത്തനായിട്ട് പ്രേമായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോളൊക്കെ നമ്മൾ ബേജാറോടുകൂടി അറ്റൻഡ് ചെയ്യണം അല്ലെ. ആര് വിളിച്ചാലല്ല ഇത് മൂപ്പര് കാണോ, കുട്ടികൾ കാണോ, സംസാരിക്കാൻ പറ്റുമോ, കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞു പോവും, വെറും ഫുള്ള് ടെൻഷൻ ആയിരിക്കും അല്ലെ. ഈ അവസ്ഥയിൽ ഒരു ഭർത്താവ് അടുത്തുണ്ടായിക്കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ റബ്ബേ മാതല്ലാ നീ കാത്തു രക്ഷിക്ക്. അപ്പം ഇങ്ങനെയും ഒരു ലോകം, ഇവിടെ ലോകത്തിൽ ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ വിഷയം പറഞ്ഞു വന്നത്. അപ്പൊ നമ്മളെ സൽസ്വഭാവത്തിന്റെ അതിർത്തി എന്ന് പറഞ്ഞപ്പോ ആ പുരുഷൻ അള്ളാഹുവിന്റെ അടുത്ത് എന്ത് ദർജയിലായിരിക്കില്ലേ. ഒരു സ്വന്തം ഭാര്യ എങ്ങനെ ചെയ്തിട്ട് പോലും അവളെ സ്വീകരിക്കാന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു മഹത്തായ എന്താ പറയാ, ഒരു വല്ലാത്തൊരു ക്ഷമയുടെ ഏറ്റവും പീക്കാണല്ലോ അതില്ലേ. പക്ഷെ കാക്കട്ടെ റബ്ബേ അല്ലെ, ഒന്നിനെ കൊണ്ട് തന്നെ മരിച്ചു പിരിയാൻ, നാളെ അവിടെ എത്തിയാൽ അവരുടെ കൂടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം നീ എവിടെ ഇരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക പറഞ്ഞപ്പോ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ എവിടെ സൂക്ഷിക്കുന്ന നമ്മളില്ലേ. നമുക്ക് എവിടെ ആയിരുന്നാലും നമ്മൾ പുറത്തു പോയാലും ബൾക്കായിട്ട് വൾക്കറായിട്ടൊക്കെ ഡ്രസ് ചെയ്യുമ്പോഴും ആരോടെങ്കിലൊക്കെ വല്ലാണ്ട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുമ്പോഴും ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിന്ന് ചിലപ്പോ ഹസ്ബൻഡ് ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല, പക്ഷെ ശ്രദ്ധിക്കണം, മേലെ അള്ളാന്റെ CCTV ഉണ്ട് അല്ലെ. പുരുഷന്മാരെ കാണുമ്പോൾ വല്ലാണ്ട് സംസാരിക്കേ, വല്ലാണ്ട് കൊഞ്ചേ, അല്ല ആരില്ലാത്ത സമയത്തിൽ ഒരുപാട് മെസ്സേജസ് ചെയ്യേ, ഇതൊക്കെ ആരും കാണുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒന്ന് ജെൻസ് ടൂറും ഫീമെയിൽ ടൂറുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നൊന്നും നമുക്ക് അറിയൂല അല്ലെ. ആണുങ്ങള് വേറെ അവിടെ പോയിട്ട് ഇനിയിപ്പോ വേറെ പെണ്ണുങ്ങളെ പിന്നെ റൂമിലുണ്ടോ അതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്ത് തെറ്റിനും വളക്കൂറുള്ള മണ്ണാണ് ഇപ്പോഴത്തെ മണ്ണ്. എന്ത് തോന്നിയാസത്തിനും പണ്ടത്തെ പോലെയല്ല. പക്ഷെ പണ്ടത്തെക്കാൾ സയൻസ് ഒന്നും കൂടെ അഡ്വാൻസ് ആയത് കൊണ്ട് തന്നെ എല്ലാത്തിനും പ്രൂഫ് ഉണ്ടാവും അല്ലെ. എന്ത് തോന്നിയാസം കാണിച്ചു വെച്ചാലും അതിനൊക്കെ അള്ളാന്റെ CCTVന്റെ പ്രൂഫിന്റെ പുറമെ നാട്ടുകാർക്ക് പിടിക്കാൻ പറ്റിയ പ്രൂഫുകളൊക്കെ അതും ഉണ്ട്. അതും നമ്മൾ ഭയപ്പെടണം. അപ്പൊ അള്ളാഹുവിനെ തുർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അത് എവിടെ ആയാലും, ഒറ്റക്കായാലും, ആൾക്കൂട്ടത്തിലായാലും, വീട്ടിൽ തനിച്ചായി പോയാലും, എപ്പോഴും നമ്മളൊരു താലി കെട്ടിയിരുത്തൻ നമ്മളെ കൂടെ ഉണ്ട് അല്ലെ. അവനാണ് നമ്മളെ എല്ലാ നേരവും ഭക്ഷണം ആഹാരവും എല്ലാം തരുന്നത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി നമ്മുടെ ശരീരം സമർപ്പിക്കാനും കാണാനും സുഖങ്ങൾ അനുഭവിക്കാനും എല്ലാം നമുക്ക് വിധിക്കപ്പെട്ടതാണെന്നുള്ളൊരു വിശ്വാസം നമുക്ക് എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. പിന്നെ
തിന്മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ തൗബ ചെയ്യുക, നന്മകൾ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുക, അല്ലെ? എങ്കിൽ അത് മായ്ച്ചു കളയും. പിന്നെ ജനങ്ങളോട് സൽസ്വഭാവത്തോടെ വർത്തിക്കുക. അത് ഭയങ്കര ടാസ്ക് ആട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എന്നുവെച്ചാല് നമ്മള് ഇപ്പൊ ജനങ്ങളോട് നല്ലപോലെ വർത്തിക്കുക, നമ്മൾ നല്ലപോലെ വർത്തിക്കാന്ന് വെച്ച് പലതും നല്ലതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷനോ റിപ്ലൈ ഒന്നും അതായിരിക്കൂല, അല്ലെ? നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലും നമ്മളെ കൊഞ്ഞനം കാട്ടുന്ന രീതിയിലും നമ്മളെ കൊണ്ട് പലതും സമൂഹത്തിൽ പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നും പറയുന്നില്ല, അല്ല പറയുന്നത് എക്കൂട്ടരാണെന്നറിയോ? ഒരു വീട്ടില് മാവ് കുഴിച്ചിട്ട് നിറയെ മാങ്ങണ്ട്. അതിന്റെ അപ്പുറത്തെ പുരയിലും അവളും ഒരു നല്ല ചേലമാങ്ങന്റെ മാവ് വെച്ചിട്ടുണ്ട്. ഒരൊറ്റ മാങ്ങയില്ല. പക്ഷെ കല്ലെറിയുന്നത് ഏത് മാവിനായിരിക്കും? നല്ലോണം മാവുള്ള, അല്ലെ? ഒട്ടുമാവാണ്, ചെറിയ മാവാണ്. 3 കൊല്ലം കൊണ്ട് കായ്ച്ചു, നിറയെ മാങ്ങണ്ട്, പഴുത്തതും പച്ചയൊക്കെ ഉണ്ട്. അപ്പൊ കല്ലേറ് കുടുങ്ങുന്നതും മാങ്ങന്റെ അറ്റാക്ക് വരുന്നതൊക്കെ ഏത് മാങ്ങക്കായിരിക്കും? പൂത്ത മാവിനെ വരൂ, അല്ലെ? അല്ലാത്ത പൂക്കാരുടെ മച്ചയായി കിടക്കുന്ന മാവിന് വരൂല. അതുപോലാണ് ഇപ്പൊ നമുക്ക് ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ എന്തെങ്കിലും കുത്തും ചവിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ്, എന്തെങ്കിലും ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും സ്ഥാനം പദവിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ നമുക്ക് കുത്തുകൾ കിട്ടിത്തുടങ്ങും, അല്ലെ? അങ്ങനെ അപ്പം ഇത് ജനങ്ങളോട് സൽസ്വഭാവത്തോടെ വർത്തിക്കുമ്പോൾ ഇവരിങ്ങനൊക്കെ പലതുമായിട്ട് വരുമ്പോഴും നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, എനിക്കൊരു വലിയൊരു സംഖ്യ ഇതുപോലെ ഒരാൾ വാങ്ങിപ്പോയിട്ട് നോ റിപ്ലൈ, കുറേ ആയിട്ടൊന്നുമില്ല, ചോദിച്ചിട്ടുമില്ല, തരുവൊന്നുമില്ല, അല്ല ചോദിച്ചിട്ട് വളരെ മോശകോടൻ രീതിയിൽ സംസാരിച്ചു. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ക്ഷമിച്ചു. പല സ്ഥലത്തും നമുക്ക് ക്ഷമ ഒരു ഭൂഷണമാണല്ലോ, അല്ലെ? അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യം ഇന്നമൽ സബറു സദ്മത്തിൽ ഉലാന്നാണ്. ആദ്യ സമയത്താണ് നമ്മൾ ക്ഷമിക്കുന്നത്. അങ്ങനെ ഞാനിത് അശയായിട്ട് ഡിസ്കസ് ചെയ്ത് പാകിസ്ഥാനൊന്നും പറയണ്ട, തരേക്കും തരാണ്ട് കൂലാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരത് വളരെ കുറച്ച് തുച്ഛമായ രീതിയിൽ തന്ന് തീർത്തിട്ടു. അൽഹംദുലില്ലാ മുഴുവൻ കിട്ടി. പക്ഷെ അതല്ല വിഷയം. ആ പറഞ്ഞ വാക്കും അന്നേരത്തെ അവരുടെ ഭാവമാറ്റങ്ങളും അവരുടെ സ്വഭാവവും പെരുമാറ്റ രീതികളും വളരെ മോശമായിരുന്നു. കാരണം ഒരാൾ നമുക്ക് കടം കൊടുത്ത അവധിയും കഴിഞ്ഞ് അവധിയും കഴിഞ്ഞാലും ചോദിച്ചിട്ടും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ശരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായി, ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ, അല്ലെ? പക്ഷെ ഒന്നും പറയാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുക. അവിടെയൊക്കെയാണ് ജനങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കുക എന്ന് പറയുന്ന വലിയൊരു പോയിന്റ് പെടുത്തുന്നത്. കാരണം നമ്മൾ പറഞ്ഞു പോകും, പക്ഷെ പറയാണ്ടിരിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ തഖ്വയും ഈമാനും പിന്നെ യഖീനും ഒക്കെ വേണം, അല്ലെ? അപ്പൊ അങ്ങനത്തെ സമയത്തൊക്കെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ ആളുകളെ ധാരാളം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇടവരുത്തുന്ന രണ്ട് കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയോ? ഒന്ന് പിന്നെ മെസ്സേജ് ചെയ്യോ? എന്ത് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്നറിയാം ആർക്കെങ്കിലും? 2 മിനിറ്റ് ഞാൻ പറയിപ്പോ. അറിയില്ല? തഖ്വയും സൽസ്വഭാവവും കേട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പോണ കേസ് അതാണ്. അപ്പം സൽസ്വഭാവം എന്ന് അറിയുന്നത് ചിലപ്പോ ചില നോൺ മുസ്ലിംസിനൊക്കെ എന്ത് നല്ല സ്വഭാവമായിരിക്കും റബ്ബേ, പൈസ കൊടുത്താൽ അത് കറക്റ്റിന് വാങ്ങിത്തരും, ഭയങ്കര സിൻസിയർ ആയിരിക്കും, എന്തെ കേട്ടാലൊക്കെ വന്ന് നോക്കും, അങ്ങനൊക്കെ ദൂരെ ആത്മാർത്ഥത. ഞാൻ വിചാരിക്കും പഠിച്ചോനെ ഇവരിലൊക്കെ സത്യവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും. ദുആ ചെയ്യുകയും ചെയ്തിട്ട് അവർക്ക് വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഏറ്റവും 2 കാര്യങ്ങൾ സൽസ്വഭാവവും ഒന്ന് തഖ്വയാണ്. ആരൊരാള് പറഞ്ഞു, അല്ലെ? നീ മെസ്സേജ് ചെയ്യാൻ അടിച്ചെടുക്കണല്ലോ, അപ്പോഴത്തെ താമസം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ തർക്കം ഉപേക്ഷിക്കുക, കളവ് പറയാതിരിക്കുക, സൽസ്വഭാവം സ്വീകരിക്കുക. അത് 3 കാര്യങ്ങളാണ് ഏറ്റവും ഭയങ്കര, അല്ലെ? അതായത് തർക്കം, ന്യായം എന്റെ ഭാഗത്താണെങ്കിൽ കൂടി തർക്കം ഉപേക്ഷിച്ചാൽ സ്വർഗത്തിൽ താഴ്വാരത്ത് വീട് കിട്ടും. തമാശയ്ക്ക് പോലും കളവ് പറയാത്തവന് മദ്യത്തിൽ വീട് കിട്ടും. പിന്നെ തന്റെ സ്വഭാവം നന്നാക്കിയവന് ഉന്നതമായ സ്ഥാനത്ത് വീട് ലഭിക്കുന്നു. ഈ 3 ഒതുങ്ങളിയാക്കി എന്തിനാ ഇത് ഇങ്ങനെ വീണ്ടും എടുക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, റിപ്പീറ്റേഷൻ. നമ്മുടെ അതായത് ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് ഒരു വിഷയം തന്നെ പറഞ്ഞ് അവരെ തലക്കിട്ട്. TV കാണുന്നവർക്ക് ഈ വിഷയം നന്നായിട്ട് അറിയാം, അല്ലെ? നമ്മൾ TV കാണുന്നവരാണ്, ഇപ്പം കാണില്ല, പണ്ടൊക്കെ കാണുന്ന കാലത്ത് ഒരു സിനിമ എന്തെങ്കിലും നമ്മൾ കാണാനിരുന്ന ഒരു വിഷയം തന്നെ എത്രമാത്രം പരസ്യങ്ങളാണ് അവർ ആഡ് ചെയ്യുക. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ അവരിങ്ങനെ പരസ്യം കൊടുക്കുന്നത്? ഒരു പ്രാവശ്യം കണ്ട പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമല്ലോ, ഒരു
ഉജാലന്റെ പരസ്യം, ഉജാല എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഡാൻസ് ചെയ്ത പരസ്യം ഉണ്ടല്ലോ, അതൊക്കെ എത്ര പ്രാവശ്യം. എന്നിട്ടോ നമ്മൾ ആ പരസ്യത്തിന്റെ പാട്ട് കാണാണ്ട് പഠിച്ചു പോവും. കാണാണ്ട് നോക്കി പഠിക്കുന്ന ഒന്നല്ല, പക്ഷെ കാണാണ്ട് പഠിച്ചു. അത്രയും നമ്മളത് പരിശീലിപ്പിച്ചെടുക്കും. അതുകൊണ്ടാണ് സ്വഭാവം ഞാൻ ഒന്നുകൂടെ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സ് പാടെടുക്കും പോലെ ഒരു ഇന്ന് പാടെടുത്ത് പോയാൽ, നിങ്ങളൊക്കെ കുറച്ച് വർഷങ്ങളായി സ്കൂൾ വിട്ടവരാണല്ലോ, അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ മെമ്മറൈസ് ചെയ്യാണ്. ഇന്ന് പാടെടുത്ത് പോയാൽ അടുത്ത ക്ലാസ്സിൽ വന്നാൽ ചോദ്യം ചോദിക്കും, പിന്നെ ഒന്നും കൂടെ ടീച്ചർ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അവരെ മനസ്സിൽ അത് തറവ് ആവും, പരീക്ഷയ്ക്ക് അത് പഠിച്ചിട്ടില്ലെങ്കിൽ കിട്ടും. അതുപോലെ നമുക്ക് ഖിയാമത്ത് നാളാകുന്ന അല്ല, പിന്നെ എന്താണ്, നന്മയും തിന്മയും തൂക്കുന്ന തുലാസിലിടുന്ന നമ്മുടെ പരീക്ഷകളെല്ലാം നല്ല മാർക്കോടുകൂടി വാങ്ങുവാനും നേടുവാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അങ്ങനെ സ്വർഗത്തിലെ 3 ടൈപ്സ് ഓഫ് വീടുകളാണ്. ഒന്ന് പറയുന്നത്, ഒന്ന് തർക്കം ഉപേക്ഷിച്ചവന് താഴ്ഭാഗത്ത് വീട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, താഴ്ഭാഗത്തെ വീട് നദികളൊക്കെ അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് താഴ്ഭാഗത്ത് വെള്ളത്തിൽ നിന്ന് കുളിക്കാനും കളിക്കാനും ഹട്ടിൽ പാർക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും. അപ്പൊ ഒരു വീട് അങ്ങനെ. പിന്നെ കളവ് പറയാത്തവന്റെ സ്വർഗത്തിൽ മധ്യത്തിൽ ഏറ്റപ്പം കളവ് പറയാന്ന് പറയുന്നത്, സത്യം പറയാന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയ കാര്യം. സത്യത്തിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പോയി കേൾക്കുക. വളരെ ഈസി, ഒരു ബുദ്ധിമുട്ടില്ല. നോമ്പ് പിടിക്കും പോലെ, തഖ്വയോട് സ്കരിക്കുന്ന പോലെ, ഹജ്ജ് ചെയ്യുന്ന ഒന്നും കഷ്ടപ്പാട് സത്യത്തിനില്ല. ഭയങ്കര ഈസി. അപ്പൊ സത്യം പറയുന്നതിന് ഏറ്റവും ടോപ്പിലും കിട്ടും. അല്ല, സ്വഭാവം നന്നാക്കിയോന്ന് ഏറ്റവും ടോപ്പിലും, തമാശക്ക് പോലും കളവ് പറയാത്തവന് പിന്നെ മധ്യത്തിലും. അപ്പൊ എവിടെല്ലാം വീടായി? താഴ്ഭാഗത്ത് കിട്ടി. താഴ്ഭാഗത്ത് കിട്ടിയത് തർക്കം ഉപേക്ഷിച്ചതിന്, സത്യം പറഞ്ഞതിന്റെ വിഷയത്തില് പിന്നെ ഏറ്റവും മധ്യത്തിൽ കിട്ടി. സൽസ്വഭാവം നാക്കിയതിന് മുകളിലും കിട്ടിയില്ലേ. ഈ 3 ദർജയിലുള്ള വീട് എന്ന് പറയുന്ന ഹൈയസ്റ്റ് ലെവലാണ്. മറ്റേത് നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ഏറ്റവും ലോ ലെവലിൽ വന്നിട്ട് വെള്ളച്ചാട്ടം കാണുന്ന, നദികൾ ഒഴുകുന്ന ഒക്കെ കാണാൻ അതൊരു പ്രത്യേക രസമാണല്ലോ അല്ലെ, സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്ന ഒക്കെ കാണാനൊക്കെ. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് അപ്പൊ 3 വീടുകളും വാങ്ങാൻ തന്നെ നമുക്ക് ഒരു പ്രയാസമില്ല, വെരി വെരി ഈസിലി. ചില ടെക്നിക്സ് അല്ലെ, സം തിങ്സ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത് എളുപ്പമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരമകാരുണ്യന്റെ അടിമ അല്ലെ, സമാധാനമായി സംസാരിച്ച് സത്യവിശ്വാസികളുമായി പിന്നെ ഒരു കൂടുതൽ ഇടപെടുകയും നല്ല സൽക്കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഖാന ഖുലുഖുഹു അൽ ഖുർആൻ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് നമ്മുടെ പിന്നെ റോൾ മോഡൽ അല്ലെ. നമുക്ക് ആരെ സൽസ്വഭാവത്തിന് ചിത്രീകരിക്കുകയാണെങ്കിൽ അപ്പൊക്കെ നമുക്ക് പറയാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളായിരിക്കും. അത് ഖുലുഖുൽ അലീമാണ്, മഹത്തായ അമേസിങ് ക്യാരക്ടറാണ് അല്ലെ, ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. പിന്നെ നല്ല സ്വഭാവക്കാരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം നോക്കാം കേട്ടോ. ഇബാദത്തും സൽസ്വഭാവവും, ഇബാദത്തിന്റെ കൂടെ സൽസ്വഭാവവും പിന്നെ ഉണ്ടാവും അല്ലെ. സൽസ്വഭാവികളുടെ കൂടെ ഇബാദത്തും ഉണ്ടാവും എന്നാ പറയുന്നത്. അപ്പൊ അൽഹംദുലില്ലാഹ്, നല്ല നിസ്കാരവും നല്ല തഖ്വയും സുന്നത്ത് നോമ്പുകളൊക്കെ പിടിച്ച് നടക്കുന്ന മനുഷ്യന്മാർക്ക് ഈ ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ നോക്കിയാട്ട് അതിന്റെ ഒരു സത്യം പറയലും അല്ലെ. തർക്കം പിന്നെ നമുക്ക് എപ്പോഴും ഒന്നും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലും അല്ലെ. സത്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദ ജന്ന, മിഡിൽ ഓഫ് ദ ജന്ന അല്ലെ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, എന്തായിരിക്കും അവിടുത്തെ സുഖങ്ങളിലെ. ഒരു കണ്ണും കാണാത്തതും ഒരു കൽബും കേൾക്കാത്തല്ലേ, അത്രയും എന്താ പറയുക, അതിനും ഭാഗത്ത് കൽബും അല കൽബിൽ ബഷറിലെ, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ കാര്യങ്ങളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവിടെ ഒരുക്കിയിട്ടുള്ള. അത് സാധാരണ സ്വർഗക്കാർക്ക് എങ്കിൽ ഇത് ഭയങ്കര ഹൈ ലെവൽ സ്വർഗക്കാരെ കഥ പറയുകയും വേണ്ട അല്ലെ. പിന്നെ വിനയം, സൽസ്വഭാവം, അവരുടെ സൽസ്വഭാവത്തിൽ പെട്ടതാണ് വിനയം. പിന്നെ പകയില്ലാതിരിക്കുക, ആളുകൾക്ക് മാപ്പ് കൊടുക്കുക. ആഫീന നിന്നാസിലെ, ജനങ്ങൾ എന്താ ചെയ്താൽ അതുമല്ല തുപ്പി പിടിച്ചു നിന്ന് അവരോട് പണിങ്ങി അവരുടെ കുറ്റം 10 ആളോട് പറഞ്ഞ് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരാൾ നമ്മളോട് എന്ത് ചെയ്താൽ 10 ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചെയ്തോ രക്ഷപ്പെട്ട് നമ്മൾ കുടുങ്ങി, പിന്നെ ആ പറയുന്ന കുറ്റൊക്കെ നമ്മളെ കഴുത്തിലാവും അല്ലെ. പിന്നെ സൽസ്വഭാവികൾ എല്ലാവരുമായിട്ട് ചിരിക്കും. ആ ഒരു ക്വാളിറ്റി നിങ്ങളിൽ ഉണ്ടോന്ന് നിങ്ങൾ
ആള് ചെക്ക് ചെയ്യണ്ടല്ലോ, ആരെ കണ്ടാലും ചിരിക്കും. അവർ ഒതുങ്ങി കഴിയുന്നവരായിരിക്കില്ല, വല്ലാണ്ട് വളക്കാറായിട്ട് ഭയങ്കര ജഗ പൊക ഹരം വിളിയും കൂട്ടുന്ന കൂട്ടത്തിൽ പെടില്ല അല്ലെ. അവർ അവരുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുകയില്ല. അധികം ആളുകൾക്കോ ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കണം, സ്വീകരിച്ചോളണം എന്നുള്ളൊരു നിബന്ധനയാണ്. പക്ഷെ സൽസ്വഭാവികൾ അങ്ങനെ വാശി പിടിക്കരുത്, നിങ്ങൾക്ക് വേണേ സ്വീകരിക്കാം ഓർ അവോയ്ഡ് ചെയ്യാം അല്ലെ എന്നുള്ള മൂഡിലായിരിക്കും അവരുടെ സ്വഭാവം. പിന്നെ ആരുടെയും കുറിച്ച് ഒരു പകയോ വിദ്വേഷമോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കൂല അല്ലെ. എന്തിനാ അത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല പവിത്രമായ ഹൃദയം തന്നു, അതിൽ മറ്റുള്ളവരുടെ ചണ്ടിയും ചളിയും കൊട്ടയൊക്കെ ഹൃദയത്തിൽ കയറ്റി നടക്കണോ? ഹൃദയോ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളനടിയിൽ വെക്കുന്ന അത്ര ഹൃദയമുള്ളൂ, അതില്ലാതെ നമ്മൾ ഒരു പണി നടക്കൂല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഹൃദയത്തിനെയും മനസ്സിനെയൊക്കെ അല്ലെ അതിൽ കണ്ട ആൾക്കാരുടെ അഴുക്കൊക്കെ കയറ്റി വെക്കണോ? വേണ്ട. അപ്പം അവൻ സത്യവിശ്വാസികളും സൽസ്വഭാവികളും മറ്റുള്ളവരുടെ പിന്നെ എന്താ പറയാ അഴുക്കുകളും ദേഷ്യവും വിദ്വേഷവും പകയും പോരൊന്നും മനസ്സിൽ കൊണ്ട് നടക്കൂല. പിന്നെ റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന എന്നുള്ള പ്രാർത്ഥന അവരിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും അല്ലെ. പിന്നെ ജനങ്ങൾ എന്ത് നന്മ ചെയ്താലും അവർ അംഗീകരിക്കും അല്ലെ. അതായത് സത്യവിശ്വാസി സൽസ്വഭാവികളുടെ ഒരു ഗുണാണ് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വാ ഭയങ്കര ബ്യൂട്ടിഫുൾ, ബറക്കല്ലാ, നന്നായി ചെയ്തു, മാഷാ അല്ലാ, അൽഹംദുലില്ലാ എന്നങ്ങനൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോ നമ്മളെ കുടുംബത്തില് ഫാമിലി സർക്കിളിൽ ആരെങ്കിലും ഒരു കുട്ടിക്ക് SLCക്ക് ഫുൾ A+ കിട്ടി, അല്ലെങ്കിൽ IAS സെലക്ഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞാല് കിട്ടിയതിന് ഇപ്പൊ നമുക്കെന്താ, ഇപ്പൊ നമ്മളെന്താക്കണം എന്നുള്ള മൂടല്ല അല്ലെ. അപ്പോഴൊരു സംസപ്പ് ഇട്ടെടുത്ത് മാഷാ അല്ലാ ബറക്കല്ലാ നല്ല ജോലി കിട്ടട്ടെ, ഇനിയും ആരെങ്കിലൊക്കെ അങ്ങനെ പഠിക്കട്ടെ എന്നുള്ളത് ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ലിസ്റ്റിലും അല്ലെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഭയങ്കര സന്തോഷത്തോടു കൂടി, നമുക്ക് കിട്ടിയതിലേറെ സന്തോഷം മറ്റുള്ളവർക്ക് കിട്ടുമ്പോ മറ്റുള്ളവർ ഇപ്പൊ നമ്മൾ ഈ പ്രസംഗിക്കുന്ന ഗ്രൂപ്പിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരൊക്കെ പരസ്പരം ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അതൊരു വലിയ ക്വാളിറ്റിയാണ്, അതുണ്ടായിരിക്കും അല്ലെ. പിന്നെ ഈ സൽസ്വഭാവികളുടെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്പോസിറ്റ് ദുസ്വഭാവികൾ അല്ലെ, മഹാമോശ സ്വഭാവക്കാര്. അവരുടെ ലക്ഷണങ്ങൾ നോക്കാം. നിങ്ങൾ രണ്ടും അനലൈസ് ചെയ്ത് നോക്കണം. എന്നിൽ ഏത് സ്വഭാവമാണുള്ളത്, ഞാൻ സൽസ്വഭാവിയാണോ ദുസ്വഭാവിയാണോ അല്ലെ. അവരാര് നന്മ ചെയ്താലും പ്രശംസിക്കൂല, നന്മ പറയില്ല, അംഗീകരിക്കൂല, അതിനൊരു അപ്രീസിയേഷൻ കൊടുക്കൂല അല്ലെ. എവിടെയെങ്കിൽ പോയി നല്ല ചോറ് നല്ല ബിരിയാണി അതേ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടന്നെ നമ്മൾ വെക്കുക, ചിലപ്പോ നമ്മളതിന് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കൈഗുണം എന്നറിയുന്ന ഒരു ഗുണമല്ലേ കൈഗുണം അല്ലെ. നമ്മളൊക്കെ പറയാം അത് കൈക്കൊണാന്നറിയും, കൊണം എന്നാ പറയാം അല്ലെ. അങ്ങനത്തെ ഒരു ഗുണം ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. വീട്ടിൽ ഓരോരുത്തരും ഓരോന്ന് ഉണ്ടാക്കിയാലായിരിക്കും നന്നാവും. ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളാണെങ്കിലോ അവർക്ക് ബർഗറും സാൻഡ്വിച്ചും മറ്റേ എന്താ പറയാ പിസയൊക്കെ ഉണ്ടാക്കിയാലാണ് അവരിത് നന്നാവരെ. നമുക്കാണെങ്കിലോ നാടൻ ചോറും കറിയും നമ്മൾ ഉണ്ടാക്കിയത്ര ഒരാളുണ്ടാക്കിയാലും നന്നാവൂല. അപ്പൊ അത് അങ്ങനെ ആരെങ്കിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വെറുതെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുത്തപ്പോ എന്താ അവർക്ക് സന്തോഷമായില്ലേ, അവർക്ക് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യൂലേ. അങ്ങനെ പറയില്ല കേട്ടോ. ദുസ്വഭാവികള് ആരെന്ത് നല്ല കാര്യം ചെയ്താലും ഒരിക്കലും പ്രശംസിക്കൂല. ഇനി അഥവാ ഇനിയിപ്പോ ഒരു സ്പീച്ചിന്റെ കാര്യം നന്നായിട്ട് ഒരാൾ സ്പീച്ച് ചെയ്തു അല്ല, ഒരു ചെറിയൊരു ഹർക്കത്ത് തെറ്റിപ്പോയി അല്ലെങ്കിൽ അതിനെ തെറ്റിപ്പോയി അതിനായിപ്പോയി ആയിപ്പോയെങ്കിൽ അപ്പം വിളിച്ച് പറയും നിങ്ങളുണ്ടല്ലോ ചെയ്തത് എന്തേ പറഞ്ഞ രജീവിന് പഠിച്ചിട്ടില്ല എങ്ങനെയാണോ പറയല് എന്നും വിചാരിച്ച് അവരെ ഡീമോട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. പക്ഷെ അത്രയും വാക്കുകൾ വലിയൊരു സ്പീച്ച് ആളുകളെ മുമ്പിൽ നിന്ന് ചെയ്ത് ആളുകളെ കയ്യടി വാങ്ങിയ അതേ ആളോട് തന്നെ ആയിരിക്കും ഈ ദുസ്വഭാവം ഇങ്ങനെ പറയുന്നത്. കാരണം അത് അവനെ പറയാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റൂല. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും മനസ്സിൽ വിചാരിക്കുക സാരേ അതൊക്കെ ചെയ്തില്ലേ എന്നും വിചാരിച്ച് നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തി എന്താണ് ഇപ്പൊ എന്റെ മനസ്സിന് കൂറക്കി കൊള്ളുന്ന അറ്റാലത്തെ ഡയലോഗ് അടിച്ചിട്ട് അവന് പിന്നെ സ്റ്റേജ് മേലെ ഞാൻ കേറൂലെന്ന് വിചാരിക്കുന്ന രീതിയിൽ പറഞ്ഞാളും അല്ലെ. പിന്നെ അവരെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് സംസാരിക്കുന്നോടായിരിക്കും അല്ലെ, വായി നിറച്ചിട്ടിട്ട് സംസാരിക്കും. അങ്ങനത്തെ ആളുകൾ വരുന്നത് കാണുമ്പോ ഫോണ് വിളിക്കുമ്പോ ഇപ്പൊ നമ്മള് ഫോണിലൊക്കെ തന്നെ ചിലപ്പോ ഫോണ് വരും, നിങ്ങൾ ഫോണിൽ അടിക്കുന്ന എന്താ എടുക്കാത്ത അത് സൂപ്പർ കത്തിയാന്നറിയും അല്ലെ. നമ്മൾ പറയും സൂപ്പർ കത്തിയ, ഫോണ് വിളിച്ചാൽ എടുക്കൂല, അതാണ് സൂപ്പർ കത്തിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സ്വഭാവം കാര്യമില്ല. പിന്നെ അഹംഭാവികള് മുത്തക്കബിരിയില്ലേ, അതായത് ഭയങ്കരമായിട്ട് അഹംഭാവം കാണിക്കുക. അത് ആരെ സ്വഭാവമാണത്? അഹംഭാവം ആദ്യമായിട്ട് അഹംഭാവം കാണിച്ചത് ആരാ? അത് ആരെ സ്വഭാവമാണ് അഹംഭാവം? ഒന്ന് മെസ്സേജ് ചെയ്യോ? അറിയെങ്കിൽ പറയട്ടോ.
അതായത് ഇങ്ങോട്ട് മിണ്ടിയാലേ അങ്ങോട്ട് മിണ്ടൂ അല്ലെ, ഇങ്ങോട്ട് നന്മ ചെയ്താലേ അങ്ങോട്ട് ചെയ്യൂ, അങ്ങനെ വിചാരിച്ചിരിക്കുക. അതെ, ഓക്കെ. ഇബിലീസിന്റെ സ്വഭാവമാണ് അഹങ്കാരം അല്ലെ, അഹംഭാവം. ഞാൻ എന്ന അഹംഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ന ഭാവം അല്ലെ, ഈഗോ. അപ്പൊ ആ സ്വഭാവം ഇബിലീസിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ഒരിക്കലും നമുക്ക് പാടില്ല. ഇനി പോലും നമുക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഇനി കൊണ്ടുപോയി കൊടുത്ത് തിരിച്ച് തന്നിട്ടില്ല. ഇപ്പൊ നമ്മള് ഓരോ കല്യാണത്തിന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളെ മോളെ കല്യാണത്തിന് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മളൊന്നും പറയാൻ പാടില്ല. ബിക്കോസ് ഇന്നമാനുത്തൈമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ അല്ലെ. നമ്മള് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ദിവസം സുബഹിയില് 2ാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്തുൽ ഇൻസാനിലെ ആയത്താണ്. ഞാൻ അവർക്ക് അത് കൊടുത്തത് അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ചിട്ടാണ്. എനിക്ക് അള്ള തന്നാ മതി. അള്ള ഏറ്റവും ചുരുങ്ങിയത് 10 തരും. അല്ല, ഞാനൊരു അവരെ മോക്ക് ഒരു ചുരിദാർ 2000 ഉറുപ്പ്യന്റെ വാങ്ങിക്കൊടുത്താല് അള്ളാഹു ഏറ്റവും ചുരുങ്ങിയ അവസ്ഥയിൽ എനിക്ക് 10,000 തരും അല്ലെ. അതിൽ കൂടിയ ചിലപ്പോ 700 7,000 ഇരട്ടി അങ്ങനെ 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 മേലോട്ടും പോകാം. അപ്പൊ അവരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട, തന്നാ വാങ്ങാതെ നിൽക്കണ്ട. അതേസമയം പ്രതീക്ഷിക്കരുത് അല്ലെ. എന്നമാനുത്തൈമുക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രാണ് അല്ലെ. അങ്ങനെ വിചാരിച്ച് തന്നെ കൊടുക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും പറയാണ്ടിരിക്കുക. പിന്നെ എന്ത് വെച്ചാൽ കറ മുറ നിൽക്കുന്ന ഫാമിലിയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുപോവുക, ചിരിക്കുക, തമാശ പറയുക, ഓലെന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാം. അവിടെയാണ് നമ്മുടെ സൽസ്വഭാവത്തിന്റെ ഹിഡൻ അജണ്ട കിടക്കുന്നത്. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ചിരിച്ചും കൊണ്ട് ഏറ്റവും മറുപടി പറയാൻ പോകണ്ട. അപ്പൊ ഒരു നാത്തൂനാണ്, ആങ്ങളുടെ ഭാര്യ ഭയങ്കര പ്രശ്നത്തിലും ഇതിലൊക്കെ നിൽക്കുകയാണ്. കാരണം നാത്തൂന് വീടായി, ആങ്ങളുടെ ഭാര്യക്ക് വീടായില്ല എന്നുള്ള ഒരു ചെറിയ ചൊറിച്ചലാണ്. അപ്പം ഈ നാത്തൂനാണെങ്കിലോ വീടാവാനുള്ള സൽസ്വഭാവം കൊണ്ട് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തായിരിക്കും മേ ബി. അപ്പൊ ചെന്നപ്പോ ഒരു ദിവസം ഒരു വലിയ ലഡു ആയിട്ട് പോകും, ഒരു ലഡുവിന്റെ ബോക്സ് ആയിട്ട്. അവൾക്ക് ഇവിടെ പോയിട്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് സന്തോഷമൊക്കെ കിട്ടിയപ്പോൾ വിചാരിച്ചത് കുട്ടിയൊക്കെ എന്തെങ്കിലും ലഡു വാങ്ങാൻ, എനിക്ക് പൈസയും കിട്ടി. അങ്ങനെ ലഡു വാങ്ങിപ്പോ. അപ്പൊ ചെറിയ 3 വയസ്സായ മോന് കൊടുത്തപ്പോ മോൻ വാങ്ങിയില്ല. മോൻ നിൽക്കണം വാങ്ങണ്ട, കുട്ടിക്ക് അറിയില്ലല്ലോ, പിള്ള മനസ്സിൽ കള്ളമില്ലല്ലോ. അങ്ങനെ നാത്തൂന്റെ അടുത്ത് കൊണ്ടുപോയി ചെന്നു. നാത്തൂന്റെ അടുത്ത് കൊണ്ടുപോയി ചിരിച്ചും കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും, പക്ഷെ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, നിങ്ങൾ എടുത്തോളി. മോൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ ഓളും ആ ചിരിയിൽ അവരുടെ എന്താ പറയുന്നത് ആ വിദ്വേഷം അലിഞ്ഞുപോയി അല്ലെ. അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. സച്ച ടൈപ്പ് ആൾക്കാരോടൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ തന്ത്രം തന്നെയാണ്. ഈ എന്ത് തന്ത്രം? സ്വർഗത്തിലെ ഏറ്റവും ടോപ്പിലെത്താനല്ല. ഓലോട് ഇഷ്ടണ്ടായിട്ടാണോ? അല്ല, അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹുസ്നുൽ ഭയങ്കര നല്ല ദറജുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊന്നും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പൊ എന്തെങ്കിലും ഒരു വഴക്കിന്, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വഴക്കിടാൻ ആരെങ്കിലും വന്ന്, അല്ലെങ്കിൽ പിന്നെ ആക്സിഡന്റലി നമ്മൾ കണ്ടുമുട്ടി അവരാളിടയിലിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, നമുക്കും അതിനേക്കാൾ നല്ല ന്യായങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുമായിരിക്കാം പറയാൻ. ഇല്ലാണ്ടിക്കൂല. കാരണം ഒരാൾ പണ്ട് ഞാൻ ചെറുതാവുമ്പോ, ഞാൻ ചെറുതാകാൻ കുറെ ഉണ്ട്, അന്നൊക്കെ അടുത്ത വീട്ടിലുള്ള ഒരു തമ്മ പിണങ്ങായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് എന്റെ കുട്ടികളെ നോക്കിയില്ലേ, എന്റെ ഇല്ലാത്തപ്പോ എന്റെ കുട്ടീന്റെ ചന്തിയിൽ, അങ്ങനെ എന്തൊക്കെയോ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും വിളിച്ചറിയും. അപ്പം പറയാം എന്റെ ഭർത്താവ് ഞാനില്ലാത്തപ്പോ ഈ എന്റെ ഭർത്താവ് എന്റെ വീട്ടിൽ വന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചറിയിട്ടോ. അതൊന്നും എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ ആക്ച്വലി സംഭവം നടക്കുമ്പോ നമ്മള് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അതിന്റെ 10 നെഗറ്റീവ് അവർക്ക് ഇങ്ങോട്ട് പറയാനുണ്ടാവും അല്ലെ. അപ്പൊ നമ്മള് മൗനം ഭജിച്ചു കഴിഞ്ഞാൽ അവര് മാത്രമാണ് സംസാരിക്കുന്നെങ്കിൽ അബൂബക്കർ സിദ്ദീഖിന്റെ കഥ നമുക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ, പറയണോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരു ദിവസം നിൽക്കുമ്പോ ഒരു ജൂതനറ്റം വന്നിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞു. അപ്പോഴൊക്കെ നബി ഇങ്ങനെ ചിരിച്ചു കൊടുത്തില്ലേ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന് അങ്ങോട്ട് ചൂടായി. ഇതൊരു അമോഷനാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ പറയുമ്പോ അത് കേട്ട് നിന്ന് ചിരിക്കുക ചെയ്യേണ്ട, എന്തെങ്കിലും പകരം പറയണരിച്ച് അബൂബക്കർ റളിയല്ലാഹു നന്നാക്കി അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്ന് മിണ്ടരുത് അബൂബക്കറെ എന്നൊക്കെ പറഞ്ഞപ്പോ അബൂബക്കർ അത് തിരക്കേടില്ല. ഇത്രയും നേരം അയാൾ ഇന്നെ പറഞ്ഞ് ശകാരിക്കുന്ന കേട്ടപ്പോ നിങ്ങൾ ചിരിച്ചു നിന്നില്ലേ, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറ്റുന്നില്ല. അന്നേരം പറഞ്ഞ അബൂബക്കറെ ഇത്രയും സമയം നിങ്ങൾ അവനിൽ നിന്ന് കൂലി വാങ്ങി വെക്കുകയായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെടുത്ത് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അബൂബക്കറെ ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടതെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെയാണ് ആരെങ്കിലും നമ്മളോട് കച്ചവടം ഉണ്ടാക്കാനോ പെടുക്കുണ്ടാക്കാനോ ഞങ്ങൾ പറയാനോ വന്നിട്ടുണ്ടെങ്കിൽ ചിരിച്ച് സ്മൈലി അടിച്ച് മാറി എന്നൊക്കെ പറയേണ്ടവര് പറയട്ടെ.
എന്നിട്ട് അന്ന് രാത്രി പോയി കിടന്ന ഓൻ ഉറക്ക് കിട്ടാതെയും ആകട്ടെ അല്ലെ, നമുക്ക് ഉറക്ക് കിട്ടും, കാരണം നമ്മളൊന്നും പറഞ്ഞിട്ടില്ലാലോ, നമ്മൾ കേട്ടതല്ലേ അല്ലെ, കേട്ടതായത് കൊണ്ട് നമ്മളൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്ക് കൂളായിട്ട് കിടന്നുറങ്ങാം. അയാൾക്ക് പിന്നീട് ഉറങ്ങാനും പറ്റൂല. പിന്നെ എന്റെ മക്കൾ എന്നെന്തെങ്കിലും നീ പറഞ്ഞെന്ന് വെച്ചാൽ ചിലപ്പോ എന്റെ മോനെ കൊണ്ട് തന്നെ സാധിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. ഒരിക്കലും ഞാന് ഒരാൾക്ക് ഇതുപോലെ എന്തോ ഒരു ഡെലിവറി സംബന്ധമായിട്ട് എന്തോ ഒരു വിഷയത്തിൽ പോയപ്പോ എല്ലാരും ഇങ്ങനെ മെക്കിട്ട പലഹാരം അതും ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ വിചാരിച്ചു എന്തിനാ ഇപ്പൊ ഇതിങ്ങനെ, കണ്ടമാന കുട്ടി ഭയങ്കര ഓവർ വെയിറ്റഡ് ആണ്, വേണ്ട എന്നാ നമ്മള് പൈസ കൊടുത്ത് എന്തെങ്കിലും വാങ്ങിക്കോട്ടെ വിചാരിച്ചു. ഞാൻ ഉദ്ദേശിച്ച അവർക്ക് ഇഷ്ടമുള്ള പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കോട്ടെ വിചാരിച്ചു. പക്ഷെ ആ വിഷയത്തിനെ സംബന്ധിച്ച് ഭയങ്കര ഇമോഷണലി അവരെന്നോട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്താൽ ഒന്നും മിണ്ടില്ല. കുട്ടികളാണ് നമ്മ ക്ഷമിച്ച ആൾ തന്നെ ഒന്നും മിണ്ടില്ല. ഇല്ല 2 മാസം കഴിഞ്ഞോന്നറിയില്ല, ഒരു വലിയ സംഖ്യക്ക് അവർക്ക് എന്റെ അടുത്ത് വരേണ്ടി വന്നു. ബിക്കോസ് അവരെ കുട്ടിനെ വേറൊരു കുട്ടിനെ അഡ്മിഷന് വേണ്ടിയിട്ടില്ലേ. അപ്പൊ അതാണ് അള്ളാഹുലേ, നമ്മൾ ആരെങ്കിലും ഒന്ന് ഇൻസൾട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവരെ ഹൈ ലെവലിലേക്ക് ഉയർത്തി വെക്കാൻ അള്ളാഹ്ക്ക് പറ്റും. അപ്പൊ നമ്മളെ ചീത്ത പറഞ്ഞിട്ട് പോയവനെ കൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ഉപകാരം ചെയ്യിപ്പിക്കും അല്ലെ. അത് അള്ളാന്റെ ഒരു സ്പെഷ്യൽ കഴിവാണ് അത്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. സൽസ്വഭാവം പറയുമ്പോ ഇങ്ങമാതിരി ചില്ലറ കേസുകളൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മൾ ഹൈ സ്റ്റാൻഡേർഡ് ലെവലിൽ ക്ലാസ് നടത്തുമ്പോൾ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ മാനസിക വിഷയത്തിൽ ഒരു ചേഞ്ചസും ഉണ്ടാവൂല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഇത്രയും ബൾക്കായിട്ട് പറയുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ അഹങ്കാരികള് ഞാൻ പറഞ്ഞല്ലോ അല്ലെ, അഹങ്കാരം ഇബ്ലീസിന്റെ സ്വഭാവമാണ്. നമുക്ക് പിന്നെ നമുക്ക് അതൊരിക്കലും പാടില്ല. എന്ന് വെച്ചാൽ കുറച്ചൊക്കെ അഹങ്കാരമൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അത് എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചും കഴുകിക്കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ പിന്നെ വലിയ പുതിയ കാറുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ 6 മാസത്തിൽ ഒരിക്കലും വർക്ക്ഷോപ്പ് കയറ്റി സർവീസ് ചെയ്യും പോലെ നമ്മളെ ഹൃദയവും മനസ്സും ബ്രെയിനും സ്വഭാവവും വർത്താനവും ഒക്കെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം. ഞാൻ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിനോട് പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ചീത്ത കാര്യങ്ങളൊന്നും മനസ്സിൽ ഉദ്ദേശിക്കുക പോലും ചെയ്യരുത്. കാരണം മനസ്സിലുള്ളത് അവിടെ കിടന്ന് നമ്മൾ ഒരിക്കലെങ്കിലും പ്രസംഗിക്കുമ്പോൾ അതറിയാണ്ട് വന്നു പോകും. മനസ്സിലായില്ലേ? നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് വന്നു. അതുകൊണ്ട് നിങ്ങൾ സ്പീച്ച് ചെയ്യുന്നതിനേക്കാൾ എന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അനാവശ്യം പറയാൻ പറ്റാത്ത വടക്ക് വാക്കുകൾ ഉണ്ടല്ലോ, ഡയലോഗ്സ്, അതും ഇതുപോലെ അന്യന്മാരെ കുറിച്ചുള്ള ദുഷിച്ച ചിന്താഗതികൾ ഏർജന്റ് ആയിട്ട് മാറ്റണം. അതറിയാണ്ട് നമ്മുടെ സ്പീച്ചിലൊക്കെ വന്നു പോകാൻ ചാൻസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അമ്മാമൻ ഊട്ടിയ കിതാബഹു ബിയമീനിഹി വഹുവ ഫീ ഈശത്തിർ അല്ലേ, അവൻ എന്താണ് അനുഗ്രഹങ്ങളുടെ സ്വർഗത്തിലായിരിക്കും അല്ലെ. വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും വിഷയത്തിൽ വലത് കയ്യിൽ ഗ്രന്ഥം സ്വീകരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ഉൾപ്പെടുത്തല്ലേ. പിന്നിൽ കൂടി ഗ്രന്ഥം വാങ്ങുന്നവരെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. ഒറ്റ ദുആയുള്ളൂ അല്ലെ. ആലോചിച്ചൂടാ ആ മഹ്ശറ മൈതാനിൽ നിൽക്കുന്നതും സൂര്യൻ ഇങ്ങനെ കത്തിപ്പടർന്ന് മുന്നേ മേലെ നിൽക്കുന്നതും വെയിലില്ലാത്തതും ദാഹിക്കുന്നതും ഉടുമാനില്ല, ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരവസ്ഥയൊന്ന് ആലോചിച്ചൂടല്ല റബ്ബേ. നീ അങ്ങനത്തെ ഒന്നും ഒരവസ്ഥയിലേക്കും നീ ഞങ്ങളെ കാക്കല്ല റബ്ബേ. അല്ലാഹുവേ, എന്ത് നന്മ ചെയ്താലും നല്ല ഇയാണ്ട് ചെയ്യാനാ നീ സൗകര്യം ഏർപ്പെടുത്തി താറപ്പേ. പിന്നെ ഗൗരവത്തിൽ സംസാരിക്കുന്നു, വായി നിറച്ചു പറഞ്ഞു എന്തിനൊക്കെ എന്തിനും വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അവരൊന്നും തന്നെ പിന്നെ എന്താണ് സൽസ്വഭാവികളിൽ പെട്ടവല്ലേ. പിന്നെ ആൾക്കാരിയ സുറവാമാമൻ ആരെങ്കിലും ഭാരം കൂടിയ തുലാസാണ് അവൻ്റെത്, നല്ല സൽക്കർമ്മം കൊണ്ട് തുലാസിലെ ഭാരം കൊണ്ടെങ്കിൽ അവന്റെ ജീവിതം തൃപ്തിപ്പെട്ട അവസ്ഥയിലായിരിക്കും അല്ലെ. വലാ ഹൗഫും വലാ ഹസനും വമ്മാമൻ ഖഫത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി ആരെങ്കിലും പിന്നെ തുലാസ് കനം തൂങ്ങിയതല്ലെങ്കിൽ അവന്റെ പിന്നെ അഭയസങ്കേതം നരകമായിരിക്കും അല്ലെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭാരം കൂടിയ തുലാസിൽ നന്മകൾ തൂക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്വാളിറ്റീസ് എന്താണ്? ലഹരി വിമോചകൻ, നല്ല ഭരണകർത്താവ്, നല്ല ഭർത്താവ്, അംഗരക്ഷകനില്ലാത്ത, കൊട്ടാരമില്ലാത്ത, ആർഭാട ജീവിതമില്ലാത്ത, സുഖലോലുപത ഇല്ലാത്ത, സാധാരണക്കാരിൽ സാധാരണക്കായ, പട്ടിണി പാവങ്ങളിൽ ഒരു മനുഷ്യനായ, ചിലപ്പോൾ 2-3 കുട്ടിച്ചന്ദ്രൻ ഹിലാലുകൾ
കാണുന്നത് വരെ അടുപ്പിൽ തീ പുകഞ്ഞിരുന്നില്ല അല്ലെ. അത്രയും പാവപ്പെട്ടവരോടൊപ്പം ജീവിച്ച്, പാവപ്പെട്ടവരെ കൂടെ ജീവിച്ച്, പാവപ്പെട്ടവനായി മരിച്ചുകൊണ്ട് പാവപ്പെട്ടവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണേ എന്ന് പിന്നെ ദുആ ചെയ്യുന്ന നമ്മുടെ പ്രവാചകൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ എന്തൊക്കെ ഗുണങ്ങളാണല്ലേ, എന്തൊക്കെ സുഖങ്ങളാണല്ലേ. നമ്മളാരും എന്നിട്ട് നമ്മളെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ, എന്തൊക്കെ കാര്യത്തിന്. പക്ഷെ അല്ലാഹുമ്മ കമാ ഹസനത്ത് ഖുൽഖി ഹസനത്ത് ഖൽഖി അഹ്സിൻ ഖുൽഖി എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ അല്ലെ. എന്റെ രൂപഭംഗിയെ നീ നന്നാക്കിയ പോലെ തന്നെ നീ എന്താക്കണം, നീ എന്റെ സ്വഭാവത്തെയും നന്നാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ അല്ലെ. അത് നമ്മളൊക്കെ വിചാരം എന്താ, നമ്മൾ ഭയങ്കര നല്ല സ്വഭാവക്കാരാണ്, അതൊന്നും സ്വഭാവം പറഞ്ഞൊന്നും നന്നാക്കേണ്ടതില്ല, അങ്ങനെയല്ല കേട്ടോ. ദിവസവും പ്രാർത്ഥിക്കുന്നതിൽ മാക്സിമം പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. കാരണം പ്രാർത്ഥന ഒരു ആയുധമാണ്. ദുആ ഹുവൽ ഇബാദ അല്ലെ, അതൊരു ഇബാദത്താണ്, ഒരു ആയുധമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ നന്മ കിട്ടണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, ആരോടും ചോദിക്കണ്ട. നമ്മളോട് ഊടും പാവും വായിക്കും നമ്മളെ ഭർത്താവിനോട് ചോദിച്ചാൽ. പിന്നെ ചില ഭർത്താക്കന്മാരുണ്ടല്ലോ വെറുതെയെങ്കിലും കുറ്റം പറയാനായിട്ട് ജനിച്ച ഭർത്താക്കന്മാരുണ്ട്, അവരെ കൊണ്ട് പിന്നെ ഒരു രക്ഷയില്ല. അല്ലാത്ത നല്ലവര് ചോദിച്ച് പറഞ്ഞാൽ നമ്മൾ തിരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അല്ലെ. നമ്മുടെ വിചാരം നമ്മളൊക്കെ നല്ല സ്വഭാവക്കാരാ, അതുകൊണ്ട് നമ്മൾ സ്വഭാവം നന്നാക്കാൻ അള്ളഹാനോട് ഒരിക്കലും ചോദിക്കലില്ല. ശരിയല്ലേ? നമ്മൾ ചോദിക്കലുണ്ടോ? വല്ലപ്പോഴല്ലേ ചോദിക്കലുള്ളൂ അല്ലെ, ശരിയല്ലേ? ശരിയാണെങ്കിൽ ഒരു തംസ് അപ്പ് കൊടുക്കുക. അപ്പൊ അല്ലാണ്ട് നമ്മള് ബിസിനസ് നന്നാവാൻ ചോദിക്കും, സ്വർഗം കിട്ടാൻ ചോദിക്കും, മോൻ എൻട്രൻസിൽ പാസ്സാവാൻ ചോദിക്കും, മോക്ക് IAS കിട്ടാൻ ചോദിക്കും, പിന്നെന്തെല്ലാണ് മോൾക്ക് നല്ല പുതിയാപ്പിള്ള കിട്ടാൻ ചോദിക്കും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ നല്ല അടിപൊളി കണ്ടംപറി വീടെടുക്കാൻ ചോദിക്കും, ഹൗസ് വാമിങ്ങിന് ഒരുപാട് ആളെ വിളിക്കാൻ ചോദിക്കും അല്ലെ. പക്ഷെ നമ്മൾ ഇത് മാത്രം ദുആ ചെയ്യില്ല. സൽസ്വഭാവം അല്ലെ, സൽസ്വഭാവം. നമ്മൾ വിചാരം നമ്മളൊക്കെ ഭയങ്കര നല്ല സ്വഭാവക്കാർ, നമ്മളിലൊക്കെ ഒരുപാട് മോശ സ്വഭാവം ഉണ്ട് തന്നെ മനസ്സിലിങ്ങനെ വിചാരിക്കണം. ഇനി മുതൽ ഞാൻ എന്തോ വടക്ക് സ്വഭാവമാണ്, ഇനി മാറ്റണം. അങ്ങനെ വിചാരിച്ചാലേ ഉള്ളൂ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവുക അല്ലെ. സൽസ്വഭാവത്തോളം കനമില്ല അല്ലെ. പിന്നെ മീസാനിൽ ഭാരമേറുന്ന യൗമൽ ഖിയാമയിൽ ഹുസ്നുൽ ഹുക്കിനോളം ഭാരമുള്ള ഒരു സാധനം ഇല്ല എന്നാ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മുകളിൽ ഉന്നത ദർജകളിൽ നമുക്കെല്ലാം സ്ഥാനം തരട്ടെ. ഈ ദുആ അള്ളാഹിന്റെ അടുക്കലേക്ക് എത്തുന്ന ദുആ ആണ്. അത് സ്വർഗത്തിന്റെ മധ്യത്തിൽ നമുക്ക് സ്ഥാനം നൽകട്ടെ. സ്വർഗത്തിന്റെ താഴ്ഭാഗത്തിലെ നമുക്കെല്ലാം ടൂറടിച്ച് പോയിട്ട് അവിടെ പോയിട്ട് വെള്ളത്തിലൊക്കെ കുളിക്കാനും കളിക്കാനൊക്കെ ഉള്ള താഴ്ഭാഗത്ത്, അരുവികൾ ഒഴുകുന്ന ഭാഗത്തും സ്വർഗത്തിൽ ഒരു വീട് കിട്ടട്ടെ. ആമീൻ. അപ്പൊ സൽസ്വഭാവത്തെക്കാൾ കനമുള്ള ഒരു വസ്തു മീസാനിൽ വെക്കാനില്ല. നമസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, ഹജ്ജിനേക്കാൾ അല്ലെ ഏറ്റവും ഭാരം കേറിയ ഒരു അമലാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് എന്ന് അബൂദർദാ റളിയല്ലാഹു പറഞ്ഞു. നോമ്പിനെയും നമസ്കാരത്തിന്റെയും സ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും എന്ത് ഹുസ്നുൽ ഖുൽഖ്. അബൂദാവൂദ് തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. പിന്നെ അബൂ ഹുറൈറ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടിയ അല്ല സ്വർഗത്ത് പോയതും എന്തെല്ലാണ്, തഖ്വല്ലാഹി ഹുസ്നുൽ ഖുൽഖ്, അള്ളാഹുവിലുള്ള തഖ്വയും ഹുസ്നുൽ ഖുൽഖാണ്. പിന്നെ മൻ ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുൻ നാസ ലാ യർഹമുല്ലാഹു. അതായത് ആര് പിന്നെ ജനങ്ങളോട് കരുണ കാണിക്കുന്നില്ലയോ അവനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുകയില്ല. നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ. ജനങ്ങളോട് നമ്മൾ കരുണ കാണിക്കണം. ജനങ്ങൾ എന്തെങ്കിലും വിഷയം വന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന രീതി എല്ലാം ഒന്നും ഇപ്പൊ ചെയ്തു വെക്കാൻ പറ്റൂല അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വീടെടുക്കുന്ന ഒരു കാര്യം തന്നെ ഒരുപാട് അപ്ലിക്കേഷൻ വരും. ഇവിടെ നമുക്കെല്ലാം പറ്റുമോ? ഇല്ല. നമ്മൾ അള്ളാഹു ഒന്നല്ലല്ലോ അല്ലെ. അപ്പൊ പറ്റുന്ന നമ്മളിങ്ങനെ ചോദിക്കുന്ന ജനങ്ങളും നമ്മളെ കൊണ്ട് മുഷിയരുതല്ല. അങ്ങനെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പറ്റുന്ന ചെയ്തു കൊടുക്കാൻ പറ്റിയും എന്ന് പറയുന്നുണ്ട്. ചില വിഷയങ്ങളിലൊന്നും നമുക്ക് അതിനോടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞിട്ട് പിരിയാം കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് തന്നെ അറിയാലോ അല്ലെ. കുറച്ചൊക്കെ അല്ലാണ്ട് നമ്മൾ ലേഡീസ് ആണ്, സ്വന്തമായ വരുമാനം ഇല്ലാത്തവരാണ്. നമുക്ക് കിട്ടുന്ന ചില്ലി കാശുകൾ എടുത്തു വെച്ച് നമ്മൾ നല്ല സാരി, നല്ല ചുരിദാർ, വളയും മാലയും കൺമഷിയും ചാന്തൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ട് ആ പൈസ ഒക്കെ ഇപ്പൊ നമുക്ക് ധർമ്മം കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒന്നും വാങ്ങാത്തത് കൊണ്ടും ഇൻഷാ അല്ലാഹ്.
അപ്പം ഹുസ്നുൽ ഹുൽക്ക് കാന ഖുലുഖു അൽ ഖുർആൻ അല്ലെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖ് എന്ന് പറയുന്നത് അത് പിന്നെ ഖുർആൻ ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ ദർജയിൽ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഞാൻ എൻ്റെ 1-2 ബുക്സിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ പറയാൻ വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇത് മറ്റേ അഫ്ളൽ ദുആ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. അത് കാണുന്നുണ്ടാവോ? ഈ ബുക്കില് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്യാനുണ്ട്. ആ എല്ലാ കാര്യങ്ങളും തന്നെ വളരെ വൃത്തിയായും ഭംഗിയായിട്ടും വളരെ വലിയ അക്ഷരത്തിലും അറബിയിലും മലയാളത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ദുആ ബുക്കാണ്. ഒരുപാട് ബുക്കുകൾ ഉണ്ട്, അതിലിപ്പോ ഞാൻ ഒന്ന് മാത്രമാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതില് വെച്ചാല് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സ്വർഗം ചോദിക്കണം, നമ്മൾ 2 മക്കളെ നാളെ റബ്ബന അബിലന അസ്വാജിന മിൻ ഇഗിയത്തിന വഖുറതഅയ്നി ജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മുടെ മക്കള് മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കണം, സൽസ്വഭാവികളായിരിക്കണം, ആളുകളെ സഹായിക്കണം, ഈമാൻ ഉണ്ടാവണം, തഖ്വ ഉണ്ടാവണം, ഇസ്സത്ത് ഉണ്ടാവണം, വീട്ടിൽ മനസമാധാനം ഉണ്ടാവണം, നല്ല ദാമ്പത്യം ഉണ്ടാവണം അല്ലെ, ഖുറതഅയ്നി നല്ല കൺകുളിർക്കമുള്ള മക്കളാവണം, മാതാപിതാക്കൾക്ക് സ്വർഗം വേണം, മാതാപിതാക്കളെ സ്നേഹിക്കണം, നമുക്ക് പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാർക്കില്ലേ അവർക്ക് നന്മ പറയണം, ഓൺലൈൻ ദായിമാർ ഒരുപാട് പിന്നെ യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ നമുക്ക് പല കാര്യങ്ങൾ അവരിൽ നിന്ന് കിട്ടും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ ദുആ ബുക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ദുആയും ഓരോ സെറ്റ് ദുആകളാണ്. അങ്ങനെ 10 സെറ്റ് ദുആ 12 സെറ്റ് ഉണ്ട്. അതിൽ വെച്ചാൽ ഒരു 5-10 ദുആ ഉണ്ടാവും. അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അതിന്റെ എങ്ങനെയെല്ലാം സാധാരണ നമ്മൾ എവിടെ ദുആ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ കുറേ ദുആകൾ 100ഓളം ദുആകൾ ഉണ്ടാവും. പക്ഷെ ആ ദുആ എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, എന്താണ് അതിൽ മിക്സ് ചെയ്യേണ്ടത്, അതിന്റെ ഫസ്റ്റ് എന്ത് ലാസ്റ്റ് എന്ത് മിഡിൽ എന്ത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഏത് വലിയ പണ്ഡിതന്മാര് ബുക്ക് വാങ്ങിക്കഴിഞ്ഞു ഇല്ല. അതല്ല, നമ്മൾ ദുആ തുടങ്ങുമ്പോ തന്നെ അൽഹംദുലില്ലാ അല്ലാഹു സ്വല്ലി അല കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റത വസീല എന്ന് പറയുമ്പോൾ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും. അൽഹംദുലില്ലാ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ദുആ മേലോട്ടെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് അതിലും ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എന്താണ് ഒരു സൂറത്തുൽ ഇഖ്ലാസ് ചേർത്തിട്ടുള്ള ഒരു ദുആ ഉണ്ട്. ആ ദുആ ചൊല്ലിക്കഴിഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഈ ഒരു ബുക്കിന്റെ മാത്രം ഡെഫിനിഷൻ ആണ് ഞാൻ പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് എന്ന് പറയുന്ന ആ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ആ ദുആ ചൊല്ലും. പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു 5-10 ദുആകൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെ, നമുക്ക് ഒരു ഹുസ്നുൽ ഖുലുഖ് ഉണ്ടാവാനും നമ്മുടെ ഭരണാധികാരികൾ നന്നാവാനും മനസ്സമാധാനത്തോടെ ജീവിക്കാനും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടുള്ള ദുആ. അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഫല്ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന മുഅ്മിന എന്നുള്ള ദുആ ഭയങ്കര ഒരു നല്ല ദുആ ആണ്. ആ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാ പ്രതിഫലം ലഭിക്കാം, ഒരു കണക്കുമില്ല, അത്രയും പ്രതിഫലം ലഭിക്കുന്ന ഒരു ദുആ ആണ്. അത് കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് യുദ്ധത്തിൽ തിരിച്ച് സബോൽ മുബിഖാത്തിൽ പെട്ടതാണ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചോടൽ. അതിൽ നിന്ന് വരെ നമുക്ക് പാപമോചനം, വൻ പാപങ്ങൾ വരെ പൊറുക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സിസ്റ്റമിക് ആയിട്ട് ദുആ ബുക്ക് ഇറക്കിയതാണ് അത്. അത് ഏത് പ്രായമുള്ളവർക്കും മുസല്ലയിൽ സൂക്ഷിക്കുന്ന മുസല്ലയിലെ കൂട്ടുകാരി എന്നതിന്റെ പേര് തന്നെ, ഏത് പ്രായമുള്ളവർക്കും അതെടുത്ത് വായിക്കണേ. പ്രത്യേകിച്ച് കണ്ണടിയൊന്നും വേണമെന്നില്ല, അതിന് മാത്രം വലിയ ലെറ്റേഴ്സ് ആയിട്ടാണ് അറബി കൊടുത്തിട്ടുള്ളത്. കുറച്ചെന്ന് വെച്ചാൽ വളരെ കാച്ചി കുറുക്കിയ പോലെ ഒരുപാട് ദുആകളുടെ എല്ലാം കൂടി ഒരു സമ്മിശ്ര ശേഖരണം, അതായത് എസെൻസ് എന്ന് വേണം പറയാൻ. ഇൻഷാ അല്ലാഹ് മൊത്തം എന്റെ ബുക്കുകളെ കളക്ഷൻ ആണ് ഇതൊക്കെ. ഇതിൽ കുറെ ബുക്കുകളുണ്ട്, 9ഓളം ബുക്സുകളുണ്ട് അല്ലെ. 11 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, 9ഓളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഈ 9ഓളം ബുക്സുകളിൽ
ഫുള്ള് ബുക്ക് സെറ്റ് വാങ്ങിയത് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം അല്ലെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അമലുകൾ, സ്വാലിഹായ അമലുകൾ, ഇപ്പൊ ഇതിൽ തന്നെ ഈ തഹജ്ജുദിലെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റായ ബുക്കാണ്. അതിങ്ങനെ ആൾക്കാർ വീണ്ടും വീണ്ടും എത്ര 2000 1500 കോപ്പികളൊക്കെ അടിക്കുന്ന പെട്ടെന്ന് സെയിലായി. ഓരോരുത്തർ 50 ബുക്കൊക്കെ ഓരോരുത്തർക്ക് വാങ്ങി കൊടുക്കുക. അങ്ങനെ ഒന്നിച്ച് വാങ്ങുന്നവർക്ക് നല്ല ക്യാഷ് കുറച്ചും കിട്ടും കേട്ടോ. ഇൻഷാ അല്ലാഹ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങളൊക്കെ അമലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. ഈ ബുക്കുകളൊക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തപ്പെട്ടു. ഇപ്പൊ എന്താ വെച്ചാല് നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ നന്മകൾ ചെയ്യുന്നത്, നമ്മള് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഒന്ന്